ഓ ലവ്ലി, വെൽ ഡൺ. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ പുതിയ കാറ് വാങ്ങിക്കാം. അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ? RBI പറയുന്നു, ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ, ധനികയായ സ്ത്രീ. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസമല്ലൊന്ന് വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബഡ്ജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി. എന്നാ വേഗം വിട്ടോ. RBI പറയുന്നു, ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ, ധനികയായ സ്ത്രീ. ഗുഡ് ഗേൾ. സാലറി വന്നല്ലേ? ഒരു പുതിയ ജിമിക്കി ആയാലോ? വേണ്ട, ആദ്യം സേവിങ്സ്. ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ? RBI പറയുന്നു, ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ, ധനികയായ സ്ത്രീ. ചേച്ചി, ജോലി കിട്ടി. കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്. ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്. നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ? ഇൻസ്റ്റന്റ് ലോണും കിട്ടും. ആദ്യം ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ. പക്ഷേ ചേച്ചി, നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല. ശരി ചേച്ചി, എന്റെ പാർട്ടി, ചേച്ചിയുടെ ബഡ്ജറ്റ്. RBI പറയുന്നു, ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം. കാര്യം ശരിയായി. ഏത് കാര്യം? മോളുടെ ഫീസേ. കാണട്ടെ. നേട് ഉടനടി 20,000 ലോൺ. ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്. RBI പറയുന്നു, ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം. ചേച്ചി, ഇത് കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ കുട്ടാ. കാണട്ടെ. വാവ്, എന്റെ ഫേവറേറ്റ് കളർ. എപ്പോഴും ഒരു ഷോപ്പിംഗ്. ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്. ഐ നോ പപ്പ. സേവ് ചെയ്യൂ, ശരിയായിടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും. അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓ ഐ നോ. RBI പറയുന്നു ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.